വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവം കൽപ്പിച്ചതനുസരിച്ച് അബ്രാം കാനാൻ ദേശത്തെത്തിയെങ്കിലും അവിടെ ഒരു ക്ഷാമമുണ്ടായപ്പോൾ ഈജിപ്തിലേക്ക് പോയ അബ്രാമിന് തെറ്റ് സംഭവിച്ചു. ഫറവോ രാജാവിനോട് തൻ്റെ ഭാര്യ സാറായിയെ സഹോദരിയാണെന്ന് കള്ളം പറഞ്ഞു. സുന്ദരിയായ സാറായിയെ ഭാര്യയാക്കാമെന്ന മോഹത്താൽ ഫറവോ രാജാവ് അബ്രാമിന് വളരെ ആനുകൂല്യങ്ങൾ നൽകി. പക്ഷേ സാറായി അബ്രാമിൻ്റെ ഭാര്യയാണെന്ന് മനസ്സിലാക്കിയ ഫറവോ രാജാവ് അബ്രാമിനോട് എന്തിനാണ് തന്നോട് കള്ളം പറഞ്ഞതെന്ന് ചോദിച്ച് അവരെ രണ്ടുപേരെയും അവിടെ നിന്ന് തിരിച്ചയച്ചു. ഇവിടെ അബ്രാം നുണ പറഞ്ഞു. പക്ഷേ അബ്രാമിൻ്റെ ഭാര്യ സാറായിയെ പ്രതി കർത്താവ് ഫറവോയെയും കുടുംബത്തെയും മഹാമാരികളാൽ പീഡിപ്പിച്ചു. ഉൽപ്പത്തി 12:17. ഇത് ദൈവത്തിൻ്റെ ഒരു ഇടപെടലായിരുന്നു. എന്തെന്നാൽ ആ മഹാമാരികൾ വന്നില്ലായിരുന്നുവെങ്കിൽ ഫറവോയുടെ നിലപാട് മറ്റൊന്നാകുമായിരുന്നു. ദൈവം അബ്രാമിന് സാറായിയിലൂടെ നൽകിയ പുത്രവാഗ്ദാനം നടക്കാതെ പോകുമായിരുന്നു. നീ കാണുന്ന പ്രദേശമെല്ലാം നിനക്കും നിന്റെ സന്താന പരമ്പരകൾക്കും എന്നേക്കുമായി ഞാൻ തരും. ഭൂമിയിലെ പൂഴി പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും. പൂഴി ആർക്കെങ്കിലും എണ്ണിത്തീർക്കാമെങ്കിൽ നിന്റെ സന്തതികളെയും എണ്ണാനാകും. ഉൽപ്പത്തി 13:15 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ദാനങ്ങളും ബലങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.